ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്ത് പറയണു, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റിലായിരിക്കും അല്ലേ? ഞാൻ രാത്രിയിലേക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷനിലാണ് കേട്ടോ. ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയുമോ? നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിലേ, അതായത് കുറേ പേരുണ്ടെങ്കിലല്ല, അല്ലാതെ നമ്മളിങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്തെ, വീട്ടുപണിയാവട്ടെ എന്ത് പണിയായിക്കോട്ടെ, വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കാറുണ്ടോ? മടിയില്ല എന്നുണ്ടെങ്കിൽ ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആ ഒറ്റയ്ക്ക് സംസാരിച്ചെന്ന് കരുതിക്കൊണ്ട് അത് വലിയ സംഭവമൊന്നുമല്ല കേട്ടോ. ചിലർക്ക് ഇങ്ങനെ പറയാനൊക്കെ ഭയങ്കര മടിയുണ്ടാവും. ഞാനിടയ്ക്ക് സംസാരിക്കാറുണ്ട്, പക്ഷേ ഇങ്ങനെ ഉറക്കെ പറയല്ല, എൻ്റെ മനസ്സിൽ ഫുൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും. വരാനുള്ള കാര്യങ്ങളും കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഞാനങ്ങനെ കൂടുതലങ്ങനെ എന്താ പറയുക, അത് വിട്ട് കളയുന്ന ആളാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ബോധറാവത്തില്ല. അങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ അതിങ്ങനെ ഓർത്തിങ്ങനെ ടെൻഷൻ അടിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ എങ്കിലല്ലോ വരാനുള്ള കാര്യങ്ങളെക്കുറിച്ച് വലിയ പ്രതീക്ഷകൾ, ഭയങ്കര വലിയ എന്താ പറയുക, സ്വപ്നം കാണലാണ് എൻ്റെ പരിപാടി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ മനസ്സിലൂടെ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് വിടുവേ. പക്ഷേ എങ്കിൽ ഉണ്ടല്ലോ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളിങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ഉണ്ടല്ലോ അത് നടക്കാറുണ്ടോ, സത്യമാണെന്ന്. അത് നടക്കും. നമ്മളിങ്ങനെ നെഗറ്റീവായിട്ട് അയ്യോ അത് പോയല്ലോ ഇത് പോയല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷമിച്ചിരിക്കാതെ നമ്മുടെ മൈൻഡിലേക്ക് എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കുത്തി നിറച്ചുകൊണ്ടേയിരിക്കണം. അതിനൊത്തിരി അത് ഗുണം ചെയ്യുമെന്ന്, സത്യമാണെന്ന്. പിന്നെ കൂടുതൽ സമയം ഞാൻ ചെയ്യുന്നത് ഈ നമ്മുടെ ഞാൻ കൃപാസനത്തിൽ പോകുന്ന ഒരാളാണ് കേട്ടോ. ഉടമ്പടിയൊക്കെ എടുത്ത് പുതുക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം അവിടുത്തെ ധ്യാനം, അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കലാണ് മെയിനായിട്ടും എൻ്റെ പരിപാടി. അതില്ലാത്ത സമയങ്ങളിൽ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഭയങ്കര കാൽക്കുലേഷനായിരിക്കും. കേൾക്കുന്നവർക്കതിൽ വട്ടായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അത് നല്ല കാര്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ആൻറ്റി ക്ലീൻ ചെയ്ത് മറച്ചടിക്കരുത് കേട്ടോ. കഴിയുമ്പോ പറഞ്ഞേരെ. നാളെ കടയിൽ പോകാമോ? കൊടയും കൂടെ എടുത്തു. കൊട ഞങ്ങള് പോകണ്ട, ഞങ്ങൾ അവിടെ നിന്ന് മിഠായി മേടിക്കാനാ? ഞാൻ പറഞ്ഞില്ല. മുമ്പിലെ പല്ല് രണ്ടെണ്ണം പോയിട്ടുണ്ടോ? അതാദ്യം മുളച്ചു വരട്ടെ. ആ ചവിട്ടുന്ന അതങ്ങോട്ട് മടക്കി വെച്ചേരെ കേട്ടോ, സ്റ്റെപ്പർ. അപ്പോഴേ ഞാൻ ഓരോ പുരാണം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായായിരുന്നോ? ഞാൻ മറ്റേ കോവയ്ക്കയില്ലേ, കോവയ്ക്ക ഈ നീളത്തിലിങ്ങനെ അരിഞ്ഞെടുക്കും. എന്നിട്ട് നമ്മൾ മീൻ വറക്കിയല്ലേ, മീൻ വറക്കുന്നത് പോലെ തന്നെ വറുത്തെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. മഞ്ഞൾ, ഉപ്പ്, മുളക് ഇത്ര മാത്രം മതി. അത് പരട്ടി നമ്മൾ ഉപ്പും കൂടെ മഞ്ഞൾ, ഉപ്പ്, മുളക് ഇത് പരട്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് വെച്ചിട്ട് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അധികം ഇങ്ങനെ കൊണ്ടാട്ടമല്ല കേട്ടോ. ശരിക്കും നമ്മൾ മീൻ വറുക്കത്തില്ലേ, അതുപോലെ തന്നെ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ടൊന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടുമേ. ഇത് ഞാൻ കുറച്ച് നെല്ലിക്ക വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇതിനി ഉണ്ടല്ലോ, നമ്മൾ ശരിക്കും വാഷ് ചെയ്തതിന് ശേഷം ഈ നെല്ലിക്ക ശരിക്കും മൺകലത്തിലാണ് ഏറ്റവും നല്ലത്. മൺകലത്തിലിട്ടിട്ട് അതിൻ്റെ കൂടെ കാന്താരിമുളക് ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. ഏറ്റവും നല്ല കാന്താരിമുളകാണ്. അത് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പച്ചമുളകാണ്, ഈ ഉണ്ടമുളക് ഉണ്ടല്ലോ, അതൊക്കെ ഒത്തിരി നല്ലതാണ്. അതായത് എരിവ് കിട്ടണം കുറച്ച്. മുളക്, അതായത് പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾ, അതുപോലെ തന്നെ നെല്ലിക്ക, ഇതൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ശരിക്കും വേവിച്ചെടുക്കണേ. അത് വേവിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ വേവ് കറക്റ്റ് അറിയുന്നത് എങ്ങനെയാണെന്നറിയോ? അതിൻ്റെ ഈ നെല്ലിക്ക ഇങ്ങനെ പൊട്ടി വിടർന്നു വരും.
അപ്പോൾ അതാണ് കറക്റ്റ് പാകം. ഓരോന്നിങ്ങനെ അല്ലിതിരിഞ്ഞ് വിടർന്ന് വരും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ശരിക്കും അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. അങ്ങനെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് 2-3 ദിവസമൊക്കെ, ചിലപ്പം 4-5 ദിവസമൊക്കെ നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ചിട്ട് അത് പൂപ്പലൊന്നും കൂടാതിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും കുഴപ്പമില്ല. എന്നിട്ട് അതിനകത്തുനിന്ന് നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് കറി ഉണ്ടാക്കും. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണിത്. ഇത് നമ്മൾ പുഴുങ്ങാൻ വെക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ കറിവേപ്പില എന്തോരം ഇട്ടാലും നല്ലതാണ് കേട്ടോ. ശരിക്കും കറിവേപ്പിലയിൽ പൊതിഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അത്രയും ഒരു ടേസ്റ്റ് കൂടുതലാണെന്നാണ് പറയുക. കറിവേപ്പ് മരമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇല ഇട്ടോ കേട്ടോ. നമ്മളത് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ എനിക്ക് ഈ പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ടുവന്ന തീരാറാകുമ്പോഴത്തേക്കും ഒരു പരിപാടിയുണ്ട്. അതായത് നമുക്ക് ബാക്കി വരുന്ന പീസുകളൊക്കെ ഉണ്ടല്ലോ, അതായത് ക്യാരറ്റ്, ഇപ്പം ഞാൻ എടുത്ത് വച്ചിരിക്കുന്നത് ക്യാരറ്റും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തും ആഡ് ചെയ്യുവേ. ഇപ്പോൾ എനിക്ക് ബാക്കി വന്നത് അതാണ്. അപ്പോൾ അത് ശരിക്കും നല്ല രീതിയിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഈ മെഴുക്കുവരട്ടി പോലെ, അതായത് കുറച്ചൊന്ന് ഓവറായിട്ട് ഡ്രൈ ചെയ്തെടുക്കാതെ, എന്നാൽ കടുകിട്ടൊക്കെ പൊട്ടിക്കും കേട്ടോ. ഓവറായിട്ട് ഡ്രൈ ചെയ്തെടുക്കാതെ ഞാനൊന്ന് മെഴുക്കുവരട്ടി പോലെ ശരിക്കും ഒലത്തിയെടുക്കുവേ. പിന്നെ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരേ വേവുള്ള ഐറ്റംസ് ഒരുമിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇതിപ്പോൾ ഉരുളക്കിഴങ്ങ് ക്യാരറ്റൊക്കെ ചെറുതായിട്ട് എരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരേ വേവ് തന്നെയാണ്. ഇനി ഇതിൻ്റെ കൂടെ വെണ്ടയ്ക്കൊക്കെ കൊണ്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി ടേസ്റ്റ് വ്യത്യാസം വരുവേ. അതിന് ചേരുന്ന രീതിയിലുള്ള ബാക്കി വരുന്ന സാധനങ്ങൾ എടുത്തിട്ട് ഒന്നും വേസ്റ്റാക്കി കളയരുത്. ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് ചെറുതായിട്ട് അരിയുവാണെങ്കിൽ വേറെ കൊണ്ടുകൊണ്ട് നമുക്ക് വെള്ളം തളിച്ച് കൊടുക്കേണ്ട ഒന്നും ആവശ്യം വരില്ല. വളരെ പെട്ടെന്ന് തന്നെ അത് നല്ല കുക്കായിട്ട് വരും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് വെള്ളമൊക്കെ നനച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് കുരുകുരുന്ന് അങ്ങോട്ട് അരിഞ്ഞോ ഒരു പ്രശ്നമില്ലല്ലോ. പെട്ടെന്ന് തന്നെ ഒരു 1-2 പ്രാവശ്യം ഇളക്കിയിട്ട് കൊടുക്കുമ്പോഴത്തേക്കും തന്നെ അത് നന്നായിട്ട് കുക്കായി കിട്ടും. ഇതിപ്പോൾ എന്തായാലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ലാസ്റ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും. ഇത് വാങ്ങുന്നതിന് തൊട്ട് മുന്നേ കേട്ടോ. ആ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്ന കുരുമുളക് പൊടിയിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഇട്ട് കൊടുത്തോ. എരിവ് പ്രശ്നമില്ലാത്തവർക്ക് കുരുമുളക് പൊടി നന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇളക്കി കൂട്ടി നമ്മളൊന്ന് മൂടി വെച്ചാൽ മാത്രം മതിയാവും കേട്ടോ. കഴിക്കാറായിട്ട് എടുക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ നെല്ലിക്ക റെഡിയാക്കി എടുക്കണ്ടേ. അതുണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നെല്ലിക്ക മേടിച്ചത് ഉണ്ടാക്കിയിരിക്കും മക്കളെ, ഉണ്ടാക്കിയിരിക്കും, ഉറപ്പാണത്. വേറെ ഒന്നുമില്ല. നമ്മൾ കടുക് പൊട്ടിക്കുന്നു, വെളുത്തുള്ളി ചുവന്നുള്ളി ചതച്ച് അതിനകത്തേക്ക് ഇടുന്നു, അതുപോലെ തന്നെ ഇഞ്ചി ചതച്ച് ചേർക്കുന്നു. ഇതാണ് ഇതിനകത്തെ ഈ എന്താ പറയുക, വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇഞ്ചി, ചുവന്നുള്ളി, വെളുത്തുള്ളി, ബാക്കിയൊക്കെ നമ്മൾ ഈ തിളപ്പിച്ച സമയത്ത് പുഴുങ്ങിയെടുത്ത സമയത്ത് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി സാധാരണ പോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാലപ്പൊടി, അതായത് നമ്മൾ ഇറച്ചി എങ്ങനെ ഉണ്ടാക്കുന്നോ അതേ ഒരു ലെവലിലാണ് ഇതുണ്ടാക്കുന്നത്. മല്ലിപ്പൊടി അത്യാവശ്യം നല്ല രീതിയിൽ ചേർത്ത് കൊടുക്കും കേട്ടോ. പിന്നെ ഇതിവിടെ മമ്മി വേറൊരു രീതിയിൽ ഉണ്ടാക്കാറുണ്ട്, ഉലുവയൊക്കെ ചേർത്തിട്ട്. അതാകുമ്പോൾ നമുക്ക് അന്നേരം മല്ലി ചേർക്കില്ല, കുറച്ച് നാൾ കേട് കൂടാതെ ഇരിക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കറി വെക്കുന്നത് പോലെ തന്നെ മല്ലി ഇട്ടിട്ടൊക്കെ നമ്മൾ ഇറച്ചിയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെയൊക്കെ തന്നെ രണ്ട് അധികം ദിവസമൊക്കെ വെച്ചിരുന്നത് വളിച്ചു പോകും കേട്ടോ. ഇടയ്ക്ക് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് ചൂടാക്കി കഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇത് അരപ്പ് നന്നായിട്ട് മൂത്ത് കിട്ടണം, അതാണ് മെയിൻ കാര്യം ഇതിൻ്റെ കേട്ടോ. ശരിക്കും മൂപ്പിക്കുക. മൂപ്പിച്ചതിന് ശേഷം, അതായത് നമ്മൾ പൊടികളിട്ടിട്ട് ശരിക്കും മൂപ്പിക്കണം. ഓവർ ഡ്രൈ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തിളപ്പിച്ച വെള്ളം കുറച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളമൊന്നും ഒട്ടും നമ്മൾ കളയരുത്. ഈ നെല്ലിക്കകത്തേക്ക് നമ്മളത് ഒഴിച്ചെടുക്കും, അതുകൊണ്ട് അതൊന്നും ഒട്ടും കളയരുത് കേട്ടോ. വളരെ ഈസിയാണെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി ഇതിനകത്തേക്ക് ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ നെല്ലിക്ക ഇട്ട് ഇളക്കിയെടുക്കും. പിന്നെ ഓവറായിട്ട് ഡ്രൈ ആക്കരുത്, നല്ലൊരു കുഴമ്പൻ പരുവത്തിലെടുക്കണം. ചില നെല്ലിക്ക ഉടയാൻ ഇത്തിരി പാടായിരിക്കും, കുറച്ച് വേവ് കൂടുതലുള്ളതും പിന്നെ കിളുകിളുവെന്നിരിക്കുന്നതൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് ജസ്റ്റ് ആ തവി കൊണ്ടൊന്ന് കുത്തി ഉടച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൂട്ടണം. ഈ നെല്ലിക്കയുടെ വെള്ളത്തിനകത്ത് കിടന്ന് ഇതിനകത്ത് ഈ മസാലകൾ മുഴുവൻ ഈ നെല്ലിക്കയൊക്കെ അതിലേക്ക് പിടിക്കണം. ഉപ്പ് കുറച്ച് ലേശം മുന്നിലോട്ട് നിൽക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നെല്ലിക്കയുടെ എല്ലാവർക്കും ആ ഒരു ചവർപ്പ് ഇഷ്ടപ്പെടത്തില്ല. ചവർപ്പെന്ന് പറയാനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വലിയ ചവർപ്പൊന്നുമില്ല, ഒരു പ്രത്യേക ടേസ്റ്റ് അതാണ്. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ശരിക്കും ഒരു പരളൻ പരുവത്തിന് ആക്കിയെടുക്കുക. ഓവറായിട്ട് ഡ്രൈ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കുമ്പം ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം അതിനകത്ത് വേണം കേട്ടോ, കാരണം അത്
ചൂടാറി കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ വാങ്ങി വെക്കുക. കറി ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പം ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എവിടെയായിരുന്നു? ഒറ്റയ്ക്ക് സംസാരിക്കൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ എന്താ പറയുക, നമുക്ക് ആരോടും സംസാരിക്കാനില്ലാത്തവരൊക്കെ ഉണ്ടാവില്ലേ, വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നവർ, നമ്മുടെ വിഷമങ്ങളൊന്നും ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്തവർ, അങ്ങനെയുള്ളവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഒറ്റയ്ക്ക് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കുറേ ഡിപ്രഷനിലേക്ക് പോവാതെ നമ്മുടെ ടെൻഷൻ കുറേ അകലാനായിട്ട് നല്ലതാണ് കേട്ടോ. പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നല്ല മഴ പെയ്ത് സഹോദരങ്ങളെ, നല്ല മഴ പെയ്തൂടെ. മഴയത്ത് വേണ്ടേ അവൽ നനച്ചതാണ്. അവൽ നനച്ചതും ചായയും, ശരിക്കും കട്ടൻ ചായയാണ് മഴയത്ത് കഴിക്കാൻ നല്ലതല്ലേ. ഇതൊക്കെ കഴിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്ത് സുഖമാണെന്നറിയാമോ മഴയത്ത് ഇങ്ങനെ പുറത്തിറങ്ങിയിരുന്ന് ചായ കുടിക്കുക. മഴയൊക്കെ അത്യാവശ്യം തുള്ളി എടുത്തു കേട്ടോ. അങ്ങനെയല്ലേ പറയാം, മഴ തീരാറാകുമ്പോൾ അങ്ങനെയല്ലേ പറയുന്നത്. അപ്പോൾ ഇനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചേച്ചിമാർ വരാറായി, നമുക്ക് മുകളിലേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് വന്ന് മോൾക്ക് ട്യൂഷനുണ്ട്. ഇന്നിപ്പോൾ എല്ലാവരും കൂടെ ഈ ഒരു സമയത്തൊക്കെ പുറത്ത് നല്ല കളി കളിക്കേണ്ട സമയമാണ്. പക്ഷേ എങ്കിൽ മഴ ആയത് കാരണം എല്ലാം വീടിനകത്ത് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചേച്ചിമാർ വന്നു തുടങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ലോസിനുള്ള എക്സസൈസാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത്. പക്ഷേ ആഴ്ചയിൽ 1-2 ദിവസം നമ്മൾ സ്ട്രെച്ചിങ് കൊടുക്കുന്നുണ്ട്. പവർ യോഗ നമ്മൾ സ്ട്രെച്ചിങ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും എന്തെങ്കിലുമൊക്കെ എക്സസൈസുകൾ നമ്മൾ ഡെയിലി, അതിപ്പോൾ വെയിറ്റ് ലോസിന് മാത്രമല്ല, പല അസുഖങ്ങളും, സ്ത്രീകളാണ്, ഒരുപാട് അസുഖങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്കൊരു മോചനം എന്ന പോലെ തന്നെ ഡെയിലി നമ്മൾ ഏതെങ്കിലുമൊക്കെ എക്സസൈസുകളൊക്കെ ചെയ്യുക എന്നുള്ളത് ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഒരിക്കലും അതിനകത്തൊരു വീഴ്ച വരുത്തരുത്. അങ്ങനെ നമ്മൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. കുഞ്ഞിക്കും ബീക്കോനും ദോശ മതി എന്ന് പറഞ്ഞത് കാരണം ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് വിചാരിക്കണേ. മറ്റുള്ളവർക്ക് പപ്പയ്ക്കും മമ്മിക്കൊക്കെ എന്തായാലും ചോറ് തന്നെ വേണം. അപ്പോൾ ഇവർക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ദോശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഈ നെയ് റോസ്റ്റ് ഉണ്ടാക്കത്തില്ലേ, ദോശ ശരിക്കും പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ നെയ്യ് ഒഴിച്ച് ഡ്രൈ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിന് അവർക്ക് കറിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പോൾ ഈ ഒരു രീതിയിൽ ദോശയൊക്കെ ചുട്ട് അവർക്ക് കൊടുത്ത് ബാക്കി പരിപാടിയിലേക്ക് കടക്കുകയാണ്. കുളി കാര്യങ്ങൾ എല്ലാം ഇതിന് ശേഷമാണ് കേട്ടോ വരുന്നത്. അപ്പം മാളു ഈ സമയത്ത് ട്യൂഷന് കയറിയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും, മാളുവിനുള്ളത് ലാസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിലൊക്കെ കമൻറ്റ് വഴി ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പം എന്നെങ്കിൽ മാത്രമല്ല എനിക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടോ. ഞാനിതുപോലെ വ്ളോഗൊന്നും അങ്ങനെ ഇട്ട് ശീലമൊന്നുമില്ല, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. മറ്റുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, അപ്പോൾ അതുപോലെ തന്നെ കമൻറ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്കറിയാൻ പറ്റിയെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാനായിട്ട് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനി ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീണ്ടും നമുക്ക് 1-2 ദിവസങ്ങളിലാണ് കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കല്ലേ. ഒരിക്കൽ കൂടി പറയാണ്, വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ.